ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ വഴിയരികിലിരുന്ന് ഒരു കുഴി കുഴിക്കുന്നത് കണ്ട് ഒരു സഞ്ചാരി ചോദിച്ചു, താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? വൃദ്ധൻ പറഞ്ഞു, ഞാനിവിടെ ഒരു മാവിൻ്റെ തൈ നടുവാൻ പോവുകയാണ്. ഉടനെ സഞ്ചാരി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ വയസ്സുകാലത്ത് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ മാവിൽ നിന്ന് ഒരു മാങ്ങ തിന്നുവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഞ്ചാരിയുടെ ചോദ്യത്തിന് മറുപടിയായി വൃദ്ധൻ സ്നേഹത്തോടെ പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്നും മാങ്ങ ഒന്നും കഴിക്കുവാൻ പറ്റുകയില്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ ഇത്രയും നാൾ കഴിച്ച മാങ്ങയെല്ലാം എൻ്റെ പൂർവികന്മാർ നട്ട മാവിൽ നിന്നുള്ളതായിരുന്നു. ഇത് അവരോടുള്ള എൻ്റെ കടപ്പാടും വരും തലമുറയോടുള്ള എൻ്റെ കടമയുമാണെന്ന്. എന്താണ് ഈ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ഈ ലോകത്തിൽ നാം സഞ്ചാരികളെ പോലെയാണ്. ആരും സ്വന്തമല്ല, ആരും ഒന്നിൻ്റെയും അവകാശിയുമല്ല. ഒരു വാടകക്കാരൻ്റെ ചുമതല ഭംഗിയായി നിറവേറ്റി പോകുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഇപ്പോൾ ജീവിക്കുന്ന സ്ഥലവും ചെയ്യുന്ന തൊഴിലും കൈവരിക്കുന്ന നേട്ടങ്ങളുമെല്ലാം ഒരു നിശ്ചിത കാലത്തിനപ്പുറം കൈവശം വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? എല്ലാം വിവേകപൂർവ്വം കൈകാര്യം ചെയ്ത് വരും തലമുറയ്ക്ക് കൈമാറാൻ കഴിഞ്ഞാൽ അതാവും ജീവിതത്തിലെ വലിയ പുണ്യം. നാം നേടിയെടുത്തതിനുള്ള കൃതജ്ഞതയാണ് നൽകലെന്നുള്ളത്. എന്തൊക്കെ നേടി എന്നതിനപ്പുറം എന്തൊക്കെ അവശേഷിപ്പിച്ചു എന്നതിൻ്റെ കൂടെ ഉത്തരമാണ് ജീവിതം. തലമുറകൾക്കപ്പുറം ചിന്തിക്കാൻ ശേഷിയുള്ളവരുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് ഓരോ നാടും കാലത്തിനപ്പുറം സഞ്ചരിക്കുന്നത്. തനിക്ക് ഉപകാരപ്പെടില്ലെന്നറിഞ്ഞിട്ടും തനത് പ്രവർത്തനങ്ങൾ തുടരുന്നവരുടെ സാമീപ്യം ചുറ്റുപാടിനെ ഫലസമർത്ഥവും നിഷ്കളങ്കവുമാകും. ഭഗവത്ഗീതയിൽ ഇപ്രകാരം പറയുന്നു, കർമ്മരഹിതമായ തപസ്സല്ല മനുഷ്യജീവിതത്തിലെ കടമ, മറിച്ച് കർമ്മനിരതമായ ജീവിതമാണ്. ഇതെത്ര വാസ്തവമാണ്! ഭൂമിയിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതകാലം അടുത്ത തലമുറകൾക്ക് മാതൃകയാകത്തക്കവണ്ണം ജീവിക്കുന്നതിനും വരും തലമുറ നമ്മെ ഓർമ്മിക്കത്തക്ക വിധം അവർക്കായി മധുരഫലങ്ങൾ കരുതി വയ്ക്കുന്നവരും ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കർമ്മനിരതമായ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് അവസാനിപ്പിക്കാം.